Good morning, ma'am. Good morning, all. Good morning, ma'am. Okay, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതില് 2 ടൈപ്പ് മെത്തേഡ്സ് അല്ലെ, അതായത് പബ്ലിക് റിലേഷൻ കമ്മ്യൂണിറ്റിയില് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 2 രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? 2 മെത്തേഡ്സുകള്, ഓപ്പറേറ്റീവ് മെത്തേഡ്, ദെൻ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? എക്സാമ്പിൾ പറഞ്ഞായിരുന്നു കുറച്ച്. എന്തൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്? കമന്റ് ചെയ്യാമോ? ആർക്കും ഓർമ്മയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? വർക്കേഴ്സ് വരും. ആരൊക്കെയാണ്? ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി സ്റ്റാഫുകൾ ബിഹൈൻഡ് ദ സ്ക്രീൻ. ഇതൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. ദെൻ അതിലുള്ള ഫണ്ടമെന്റൽ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? joyful and polite behavior, quick and efficient treatment, clear environment, well appearance of the workers. Then നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് അല്ലെ. നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സില സ്വിച്ച് റിപ്ലൈ കൊടുക്കുക, then സജഷൻ ബോക്സ് വെക്കുക, then പിന്നെ എന്തൊക്കെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വെക്കുക, ബ്രൗഷർ ഒക്കെ കൊടുക്കുക അല്ലെ, തുടങ്ങിയവയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും ഇത് രണ്ടും ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ദെൻ അതിന്റെ അടുത്ത കണ്ടിന്യൂഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് വായിക്കുക. ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ചാപ്റ്റർ ഏതായിരുന്നു? പബ്ലിക് റിലേഷൻ തന്നെ. കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് റിലേഷൻ അല്ലേ? അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ജസ്റ്റ് ഒന്ന് വായിക്കാൻ 2 മെത്തേഡ്സുകളും വായിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഒരു പ്രാവശ്യം വായിച്ചില്ല എല്ലാവരും? ഒരു പ്രാവശ്യം വായിച്ചോ? ജസ്റ്റ് ഒന്ന് നോക്കാൻ, ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമ്മള് നെക്സ്റ്റ് നോക്കുന്നത് ഇത് കുറച്ച് ബോക്സ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെ വീണ്ടും ചെറിയ ബോക്സുകളാക്കിയിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ചിരിക്കാം, നമ്മള് മനസ്സിലാക്കി ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചു പോകാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഫസ്റ്റ് ബോക്സ് ആണ്, ശ്രദ്ധിക്കാം. These methods employ means of communication in all possible forms to enable the hospital to convey its message to the public. അല്ലെ, അതായത് എന്താണ്? ഹോസ്പിറ്റലിന്റെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിന്റെ സന്ദേശങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിന്റെ മെസ്സേജുകള്, സന്ദേശങ്ങള് കൺവേസ് ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക് അല്ലെ, പൊതുജനങ്ങളിലേക്ക് ഹോസ്പിറ്റലിന്റെ സന്ദേശങ്ങള് നമുക്ക് സാധ്യമായിട്ടുള്ള രീതിയിൽ എല്ലാ സാധ്യമായിട്ടുള്ള മെത്തേഡ്സിലും ജനങ്ങളിലോട്ട് എത്തിക്കാവുന്നത്. സാധ്യമായ മെത്തേഡുകൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെയായിരിക്കും? എക്സാമ്പിൾ ഏതൊക്കെയാണ്?
എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എത്ര ഫെസിലിറ്റികൾ ഉണ്ട്, ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് പൊതുജനങ്ങളിലേക്ക് സാധ്യമായിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാവുന്നു. അതാണ് അവർ പറയുന്നത്. The methods employ means of communication in all possible forms. സാധ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ഒരു ഹോസ്പിറ്റലിന്റെ സന്ദേശം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം അല്ലെ. എക്സാമ്പിൾ കമന്റ് പറയുന്നതല്ലോ, ക്യാമ്പുകൾ വഴി നടത്താം, അഡ്വർടൈസ്മെന്റ് വഴി ചെയ്യാം അല്ലെ. സെക്കൻഡ് പോയിന്റ് നോക്കാം. Some of these are also intermixed with the intramural functions of the hospital and operative methods. ഇനി ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനും അതോടൊപ്പം തന്നെ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് വിത്തിൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ. ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? നിങ്ങളാണ് പറയേണ്ടത്. കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ? ഇൻട്രാമ്യൂറൽ ഏതൊക്കെയാണ്? ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, എക്സ്റേ, റേഡിയോളജി, ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പറയാലോ. എമർജൻസി അല്ലെ, എമർജൻസി സർവീസസുകൾ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ട്രീറ്റ്മെന്റ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചികിത്സ മാത്രമാണോ? ടെസ്റ്റുകൾ ചെയ്യില്ലേ അല്ലെ? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടാകാം, നമ്മള് ടെസ്റ്റുകൾ ചെയ്യാം അല്ലെ, ഡയഗ്നോസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇൻഷുറൻസ് അല്ലെ, ഇൻഷുറൻസ് ഉണ്ട്. ഇതെല്ലാമാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് പുറത്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്ട്രാമ്യൂറൽ ഔട്ട്സൈഡ് ആണ്. ഓക്കെ, അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വരും? എക്സ്ട്രാമ്യൂറൽ മൊബൈൽ ക്ലിനിക്സ്, ക്യാമ്പുകള്, മെഡിക്കൽ ക്യാമ്പുകള് അല്ലെ. പിന്നെ വേറെ എന്തൊക്കെയാ വരുന്നത്? ക്യാമ്പുകൾ വരാം, സൗജന്യ അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ വരാം. മൊബൈൽ, ഹെൽത്ത് ക്യാമ്പുകള്, ഹോം കെയർ അല്ലെ, പാലിയേറ്റീവ് അല്ലെങ്കിൽ ഹോം കെയർ ഒക്കെയാണ് എക്സ്ട്രാമ്യൂറലിൽ വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് some is also intermixed with the intramural function. ഹോസ്പിറ്റലിന്റെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനുമായിട്ടും ഓപ്പറേറ്റീവ് മെത്തേഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പറേറ്റീവ് മെത്തേഡ്സുമായിട്ടും റിലേറ്റഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, അതർ ഡീൽസ് വിത്ത് മീഡിയ. മറ്റു പ്രവർത്തനങ്ങൾ മീഡിയയുമായിട്ട് ഡീൽസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കും അല്ലെ, പരസ്യങ്ങള് നമ്മുടെ പത്രത്തിലും ടിവിയിലും ഒക്കെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊടുക്കാം അല്ലെ. ഇതൊക്കെ പബ്ലിക്കിന് കൂടുതൽ ഒരു ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ബോക്സിൽ പറയുന്നത്. ജസ്റ്റ് ബോക്സ് ആയിട്ട് പറഞ്ഞത് മാത്രം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഇതെല്ലാം രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലില് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഉപയോഗപ്പെടുത്താവുന്ന ഏതൊക്കെ രീതികളിൽ നമുക്ക് കൊണ്ടുവരാം നോക്കാം. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻ ടു പേഷ്യൻസ്, their relatives and visitors at inquiry and registration on patient discharge regarding at inquiry and registration. അത്രയുള്ള ഫസ്റ്റ് പോയിന്റ് നോക്കാം. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ്, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാതെ, അതായത് എൻക്വയറിയിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലോ അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ പേഷ്യന്റിനും റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും ഉചിതമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അതായത് ഇപ്പോ ചില പേഷ്യൻസിന് എൻക്വയറി വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ എന്താണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവർക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരിക്കണം എന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻക്വയറിയിലും രജിസ്ട്രേഷൻസിലൊക്കെ എന്ത് ചെയ്യുക? പേഷ്യൻസിനും റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ, വിവരങ്ങള് പറഞ്ഞു കൊടുക്കുക. അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? ആണോ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, നമുക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം പോകുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പോകുമ്പോൾ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നമുക്ക് അറിയുണ്ടാവില്ല അല്ലേ. അപ്പൊ നമ്മൾ ചോദിക്കില്ലേ? അവിടെ ഉള്ള സ്റ്റാഫുകളോട് പോയിട്ട് നമ്മൾ തിരക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ ആദ്യമായിട്ട് വരികയാണ് അല്ലേ. അങ്ങനെ പോയി നമ്മൾ ചോദിക്കും. അപ്പൊ നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നല്ല എല്ലാ വിവരങ്ങളും അവർ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ടോ?
ഇല്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചോദിക്കാറുണ്ടോ? അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പൊ ചോദിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് വിശദ വിവരങ്ങൾ നമുക്ക് വിശദീകരിക്കാറുണ്ട് അല്ലേ? ആ ഒരു കാര്യമാണ് പറയുന്നത്. Then on patient discharge regarding his or her health status and follow up. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ഡിസ്ചാർജിൽ അല്ലെ, അതായത് ഡിസ്ചാർജില് പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, ആരോഗ്യനില എന്താണ്, ഇപ്പോഴത്തെ ആരോഗ്യനില എന്താണ്, ദെൻ ഫോളോ അപ്പുകളും എഴുതിയിരിക്കണം. നമ്മൾ അഡ്മിറ്റഡ് ആയി ഡിസ്ചാർജ് ആയി പോകുമ്പോ ഒരു ഡിസ്ചാർജ് സമ്മറി തരാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് തോന്നുന്നു, സമ്മറിയുടെ കാര്യം പറഞ്ഞായിരുന്നോ? ഡിസ്ചാർജ് സമ്മറി ഇവിടെയാണോ പറഞ്ഞത്? പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും നോക്കിയായിരുന്നോ? പഴയ ഡിസ്ചാർജ് സമ്മറിയോ വല്ലതും വീട്ടിൽ എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞില്ലേ? നിങ്ങളോടല്ലേ പറഞ്ഞത്? ഈ ക്ലാസ്സിലാണോ? ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു ഈ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതുവരെ കഴിച്ചിട്ടുള്ള മെഡിസിൻസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പൊ ഈ ഡിസ്ചാർജ് സമ്മറി ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാകും അല്ലേ? അപ്പൊ ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഹെൽത്ത് സ്റ്റാറ്റസ്, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ദെൻ ഫോളോ അപ്പ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് ചെക്കപ്പിന് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നിർദ്ദേശിച്ചിട്ടുണ്ടാവും. സോ ആ ഫോളോ അപ്പും ഡിസ്ചാർജിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. അപ്പൊ ഈ ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ആർക്കായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ആ ഫിസിഷ്യൻ ആണ് ഇത് ചെയ്യുന്നത്. കാരണം ഡോക്ടറാണല്ലോ ചെയ്യുന്നത് അല്ലെ? കാരണം ആ പേഷ്യന്റിനെ നോക്കിയ ഫിസിഷ്യൻ ആണ് ഡിസ്ചാർജ് സമ്മറി കംപ്ലീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനാണ് അറിയുന്നത്. ദെൻ ഫോളോ അപ്പ് ഒക്കെ എപ്പോഴാണ് ആ പേഷ്യന്റിന് ഫോളോ അപ്പ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഫിസിഷ്യൻ ആണ്. സോ ഫിസിഷ്യൻ ആണ് ഈ ഒരു ഡിസ്ചാർജ് സമ്മറി കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടി പറയാം കേട്ടോ. ജസ്റ്റ് നമ്മൾ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എൻക്വയറിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷനെ കുറിച്ചിട്ടും പേഷ്യൻസിന് വിവരങ്ങളൊന്നും അറിയില്ല എങ്കിൽ പേഷ്യൻസിന്റെയും റിലേറ്റീവ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ഹെൽപ്പ് ചെയ്യുക. അവർക്ക് എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ കൊടുക്കുക. സെക്കൻഡ് വൺ പറയുന്നത് പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറിയിൽ കൃത്യമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനും പേഷ്യന്റിന്റെ ഫോളോ അപ്പുകളും എഴുതിയിരിക്കണം. ദെൻ ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ, അതായത് ആ പേഷ്യന്റിനെ നോക്കിയ ഫിസിഷ്യൻ ആയിരിക്കും പർപ്പസ് വെൽ, നല്ല രീതിയിൽ ഈ ഒരു ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത് അദ്ദേഹത്തിനായിരിക്കാം. കാരണം അദ്ദേഹമാണല്ലോ ട്രീറ്റ്മെന്റ് കൊടുത്തത്. സോ ഫോളോ അപ്പുകളൊക്കെ എപ്പോഴാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമായിരിക്കും. ക്ലിയർ ആണോ? ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് രണ്ട് ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, ഒന്ന് മനസ്സിലാക്കി വായിക്കാം കേട്ടോ നിങ്ങള്. ഇത് നമ്മൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ഒന്നും ഇല്ല, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു രീതിക്ക് അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള നിങ്ങളുടെ അറിവൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. രണ്ട് ബോക്സുകൾ വായിക്കാം കേട്ടോ. ഫസ്റ്റത്തെ രണ്ട് ബോക്സ് ആണ്. കംപ്ലീറ്റ് ചെയ്തോ ഫസ്റ്റത്തെ രണ്ട് ബോക്സ്? വായിച്ചോ?
ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചിട്ട് സിമ്പിൾ ആണോ? വായിച്ച് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാട്ടോ. എല്ലാം ഓരോ ബോക്സ് ആയിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. മാക്സിമം ഷോർട്ട് ആക്കിയാണ് തന്നിരിക്കുന്നത്. നമുക്കിത് പോയിന്റ് ഔട്ട് അല്ല, ജസ്റ്റ് ഓരോ ബോക്സ് ആക്കിയിട്ട് നിങ്ങൾ അതിന്റെ കണ്ടന്റ് എന്താണോ അത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. An open house approach to the visitors without interfering in the routine medical care functions. അല്ലേ? അതായത് എന്താണ് an open house approach? എന്താ open house approach എന്ന് വെച്ചാൽ? ഓപ്പൺ ഹൗസ് അപ്രോച്ച് ഒരു തുറന്നൊരു സമീപനമായിരിക്കാൻ പേഷ്യൻസിനോട്, അല്ലേ? തുറന്നൊരു ഓപ്പൺ ഹൗസ് അപ്രോച്ച്. നമുക്കറിയാം ഒരുപാട് മെഡിക്കൽ ടേമുകളും അങ്ങനെയൊക്കെ വെച്ച് സംസാരിക്കാതെ പേഷ്യൻസിനോട് നല്ലൊരു ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്ന ഒരു തുറന്നൊരു സമീപനമായിരിക്കുക. അതായത് ഹോസ്പിറ്റലിലെ ആൻ ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ് വിത്തൗട്ട് ഇന്റർഫെറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻസ് തടസ്സപ്പെടുത്താത്ത രീതിയിൽ, അതായത് ഹോസ്പിറ്റലിലെ ദൈനംദിന മെഡിക്കൽ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ, അതായത് ഡെയിലി റൊട്ടീനൊക്കെ ഉണ്ടാവുമല്ലോ പേഷ്യൻസിന്റെ, അല്ലെ? പേഷ്യൻസിനെ കാണാൻ ഡോക്ടറുകൾ വരില്ലേ? അതിനൊന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ നല്ലൊരു തുറന്നൊരു സമീപനം ഉണ്ടായിരിക്കണം എന്ന് പേഷ്യൻസുമായിട്ട്. നമ്മള് അഡ്മിറ്റ് ആകുമ്പോ എല്ലാ ദിവസവും ഡെയിലി ഡോക്ടേഴ്സ് റൗണ്ട്സിനൊക്കെ വരാറുണ്ടോ? ഇപ്പൊ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയും, അല്ലെ? അല്ലെങ്കിൽ കുറവായോ, അല്ലെങ്കിൽ എത്ര ദിവസമാണ് ഇനി അഡ്മിറ്റ് ആക്കേണ്ടത്, അല്ലെ? അപ്പൊ അതൊന്നും തടസ്സപ്പെടാതെ നല്ലൊരു തുറന്ന സമീപനമായിരിക്കണം എന്ന്. ഇപ്പൊ ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് സംസാരിക്കുന്നതും സ്റ്റാഫുകള് പേഷ്യൻസിനോടൊക്കെ സംസാരിക്കുന്നത് ഒരു ഓപ്പൺ അപ്രോച്ചിലായിരിക്കണം എന്ന്, തുറന്നൊരു സമീപനമായിരിക്കണം. Then large number of visitors to patients cannot be avoided in our peculiar socio-cultural ethos. എന്താ കൾച്ചറൽ എത്തോസ് എന്ന് പറഞ്ഞാല്? കൾച്ചറൽ എത്തോസ് നമുക്കറിയില്ലാത്ത കുറച്ച് കടിച്ചപ്പൊട്ടാത്ത വേർഡ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആണ് കാര്യം. കൾച്ചറൽ എത്തോസ്. എന്താ കൾച്ചറൽ എത്തോസ് എന്ന് പറഞ്ഞാല്? എനിക്കറിയോ മലയാളത്തിൽ എന്താ പറയാ? കൾച്ചറൽ എത്തോസ്. നിങ്ങൾ ഇനി അടുത്ത എത്തിക്കൽ എന്നൊക്കെ പറഞ്ഞ് പുതിയ ചാപ്റ്റർ ഒക്കെ പഠിക്കാനുണ്ട്, അപ്പൊ കുറച്ചും കൂടി ഐഡിയ കിട്ടും. കൾച്ചറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംസ്കാരം, അല്ലെ? സാംസ്കാരിക ധാർമ്മികത എന്ന് പറയാം. എത്തോസ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് എന്നൊക്കെ പറയില്ലേ? സാംസ്കാരികപരമായിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടി വായിച്ചു നോക്കാം കേട്ടോ. നോക്കാം. ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് cannot be avoided in our peculiar socio-cultural ethos. അല്ലെ? അതായത് എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മളുടെ ഒരു സംസ്കാരം ഇപ്പൊ കേരളത്തിന്റെ എടുക്കാം. നമ്മുടെ കേരളത്തിന് തനതായിട്ടുള്ള ഒരു സംസ്കാരം ഒക്കെ ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മളുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആകണമെന്ന് വിചാരിക്കാം. അഡ്മിറ്റ് ആകുമ്പോൾ ഡെയിലി നമ്മളുടെ ബന്ധുക്കളും അല്ലെങ്കിൽ നമ്മളുടെ കസിൻസ് ആയിക്കോളട്ടെ, ഫ്രണ്ട്സ് ആയിക്കോളട്ടെ വിസിറ്റിങ്ങിന് വരാറില്ലേ? കേട്ടോ, ഒത്തിരി പേര് വരൂലേ വിസിറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ, അല്ലെ? വിസിറ്റേഴ്സ് ഒത്തിരി വരാറുണ്ട്. അത് നമ്മളുടെ ഒരു കൾച്ചറാണ്, അല്ലെ? നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണത്, അല്ലെ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മള് ആ പേഷ്യന്റിനെ പോയി കാണുക, അല്ലെ, എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സംസ്കാരമാണ്. സോ ആ ഒരു കാര്യങ്ങളോട് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് cannot be avoided. സോ പേഷ്യൻസിനെ കാണാനായിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നത് അവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ഒരു സംസ്കാരമാണത്, നമ്മളുടെ ഒരു കൾച്ചർ ആണത്, ഇല്ലേ? ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് വരും, നിങ്ങൾ വരണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാറുണ്ടോ ആരെങ്കിലോ? പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? സത്യമാണ്, അല്ലെ? അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്ത വരുന്നത്? അത് നമ്മുടെ സംസ്കാരമാണ്, അങ്ങനെ പോണം, അല്ലെ? ഞാൻ പോയില്ലെങ്കിൽ വിചാരിക്കില്ലേ ബാക്കി എല്ലാവരും പോയല്ലോ, ഞാൻ മാത്രം വിസിറ്റ് കാണാൻ പോയില്ല, അല്ലെ? എന്ന് നമ്മുടെ മൈൻഡിൽ വരും. അപ്പൊ തന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ സംസ്കാരമാണത്, നമ്മുടെ കൾച്ചറാണത് നമ്മൾ പോകുന്നുള്ളത്. ചിലപ്പോ മറ്റ് കൺട്രീസിലൊന്നും അങ്ങനെയൊന്നും വിസിറ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവര് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ചിലപ്പോ വീട്ടിൽ വരുമ്പോ ഒന്ന് വന്ന് കാണുകയായിരിക്കും, അല്ലെ? പക്ഷെ നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ രീതി എന്ന് പറഞ്ഞാല് അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ പോയിട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകും, അല്ലെ? അപ്പൊ അത് നമ്മളുടെ ഒരു സംസ്കാരമാണ്. സോ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കാര്യമാണ് ഒറ്റ പോയിന്റിൽ പറഞ്ഞത്. ക്ലിയർ ആയോ? അവിടെ വരെ നമ്മൾ എത്തിയല്ലോ, ഫ്രൂട്ട്സ് വരെ കൊണ്ട് എത്തിച്ചു. ഓക്കെ, ക്ലിയർ ആണോ ആ പോയിന്റ്? അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പേഷ്യൻസിനെ കാണാൻ വിസിറ്റേഴ്സ് വരുന്നത് നമ്മളുടെ ഒരു കൾച്ചർ ആണ്. സോ ആ കൾച്ചറിനെ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. Then the queries of relatives and visitors can be
satisfied if a doctor or senior nurse conversation with the ward is made available in the ward during visit hours for his purpose. അല്ലെ, അതായത് ക്വറീസ്, ചോദ്യങ്ങൾ. ക്വറീസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്, പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ചോദ്യങ്ങൾക്ക്. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേഷ്യൻസിന്റെ രോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാകാം, അല്ലെങ്കിൽ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, അല്ലെ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇഞ്ചക്ഷൻ കഴിയാറായോ എന്നൊക്കെ നമ്മള് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നത് ആർക്കാണ്? ഒന്നില്ലെങ്കിൽ ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സിന് മാത്രമേ റിലേറ്റീവ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചോദിക്കുന്ന ഡോക്ടറോടല്ലേ, ആണോ? അല്ലെങ്കിൽ റിസപ്ഷനിൽ പോയിരിക്കുന്ന വ്യക്തിയോട് പോയി ചോദിക്കാൻ പറ്റുമോ ഇയാളെ എന്നാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കോ? ഇല്ല. അല്ലെങ്കിൽ പേഷ്യന്റിന് നോക്കുന്ന ഡോക്ടറിനോടായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മള് അവിടെ ആ ഏരിയയിൽ നോക്കുക, ഇപ്പൊ വാർഡിൽ അർപ്പിച്ചെങ്കിൽ അവിടുത്തെ ഒരു സീനിയർ നഴ്സ് ഉണ്ടാകും, അല്ലെ? സീനിയർ നഴ്സിനോടായിരിക്കും നമ്മള് ക്വസ്റ്റ്യൻസ് മീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഡിസ്ചാർജ് എന്നാണ്, അല്ലെങ്കിൽ എന്താ ഇഞ്ചക്ഷൻ ഒക്കെ കഴിയാറായോ, എത്ര ദിവസം നമുക്ക് ഇനി അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വരും, അല്ലെ? എന്നുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി നമുക്ക് നൽകുന്നത് ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സോ ആയിരിക്കും. വാർഡ് നഴ്സ്, ഓക്കെ, വാർഡിലെ തന്നെ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണോ ആ ഒരു നഴ്സ്, സീനിയർ നഴ്സ് ആയിരിക്കും അതിനുള്ള മറുപടി നമുക്ക് നൽകുന്നത്. Conversation with the ward is made available in the ward during visit hours. His purpose. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത് ആ നമ്മൾക്ക് മീൻസ് ആ ഒരു എന്താ നമ്മള് വാർഡിൽ വിസിറ്റ് ചെയ്യാൻ വരുമല്ലോ, സീനിയർ ഡോക്ടേഴ്സും ഡോക്ടറും പേഷ്യന്റിനെ വാർഡില് റൊട്ടീൻ വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൈമിലാണ് പേഷ്യന്റിന്റെ ഡോക്ടറോടും ഈ സീനിയർ നഴ്സിനോടും നമ്മളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു അവസരമാണ് നമ്മള് അപ്പൊ ചോദിക്കേണ്ടത്. അതായത് റൗണ്ട്സിന് വരുമല്ലോ, ഡോക്ടറും നഴ്സും ഉണ്ടാകും. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യങ്ങള്, അതായത് നമുക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗത്തുനിന്നോ, ഇനി പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ട് പല ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അലർജീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡ്യൂറിങ് വിസിറ്റിംഗ് ടൈം, എപ്പോഴാണോ ഡോക്ടർ വിസിറ്റിംഗ് അവേഴ്സിന് വരുമല്ലോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഓക്കെ, കൺവേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധപ്പെട്ട, അതായത് ആ വാർഡിലേക്ക് വരുമല്ലോ, ബന്ധപ്പെട്ട വാർഡിലേക്ക്, പേഷ്യന്റ് കിടക്കുന്ന ആ ഒരു വാർഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഏത് വാർഡിലാണോ പേഷ്യന്റ് കിടക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിലാണ് നമ്മൾ ഡോക്ടറോടോ അല്ലെങ്കിൽ സീനിയർ നഴ്സിനോടോ സംശയങ്ങൾ ചോദിക്കുന്നത്. അടുത്ത പോയിന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ hospital administrators at a different level. However, they should be as informal as possible. അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ്, അതായത് ഡോക്ടേഴ്സ് അല്ലാതെ തന്നെ അഡ്മിനിസ്ട്രേറ്റർമാര് റൗണ്ട്സിന് വരും. നമ്മള് അതിലൊന്ന് ഹോസ്പിറ്റൽ വാർഡ് പഠിച്ചതല്ലേ, ആണോ? കഴിഞ്ഞതാണല്ലോ ഹോസ്പിറ്റൽ വാർഡ്. അതിലൊരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഓർമ്മയുണ്ടോ? കുറച്ച് ആർക്കും ഓർമ്മയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ വിസിറ്റിങ്ങിന് റൗണ്ട്സിന് വരുമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ ആ ഒരു പോയിന്റ് പറഞ്ഞത്? അതായത് പേഷ്യൻസ് കിടക്കുമ്പോ PRO റൗണ്ട്സിന് വരും. അതായത് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ അറിയാനും, അല്ലെ, ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാനും, നമ്മൾ അഡ്മിറ്റ് ആവുമ്പോൾ എങ്ങനെയുണ്ട്, അല്ലെ, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചോദിച്ചറിയാനൊക്കെ വിസിറ്റിങ്ങിലേക്ക് വരും. അതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ വാർഡ് ഞാൻ തന്നെയല്ലേ എടുത്തത്, ആണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആണോ? വാർഡ് മിസ് തന്നെയല്ലേ എടുത്തത്? ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞതായിട്ട്, അല്ലെ? ഇമോഷണൽ സപ്പോർട്ട്, അല്ലെ? ഞാനപ്പോ പ്രത്യേകം നിങ്ങളോട് ഈ പോയിന്റ് എടുത്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ തന്നെയല്ലേ എടുത്തത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സിന് ഇതുപോലെ PROമാരൊക്കെ വരും. സോ പല ലെവലിലും അവർ അഡ്മിനിസ്ട്രേറ്റീവ് വരുമ്പോൾ they should be as informal as possible. ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം പേഷ്യൻസിനോട് പെരുമാറുന്നത്. ഭയങ്കര ഫോർമൽ ആയിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് കൂടി അങ്ങനെയല്ല, കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നത്, അതുപോലെ കുറച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യേണ്ടത്, ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പറയുന്നത്. ഒന്നും കൂടി വായിക്കാം, ശ്രദ്ധിക്കാം. An open house approach to the visitors without interrupting rounds medical care function. അതായത് എന്താണ്? ഒരു തുറന്ന സമീപനമായിരിക്കുകയാണ്. Then large number of visitors to patients cannot be avoided in our peculiar socio-cultural ethos.
നമ്മളുടെ സംസ്കാരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക എന്നത്. വിസിറ്റേഴ്സിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. The queries of relatives and visitors can be satisfied if a doctor or senior nurse. വിസിറ്റേഴ്സിന്റെയും റിലേറ്റീവ്സിന്റെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുന്നത് ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സിനോ ആയിരിക്കും. Conversant with the ward is made available in the ward during visit hours for this purpose. പേഷ്യന്റിനെ വാർഡിലും വിസിറ്റിന് ഡോക്ടർ വരുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീനിയർ നഴ്സിനോടോ ഡോക്ടറിനോടോ ചോദിക്കുന്നത്. Administrative rounds by hospital, administrative at different levels. However, they should be as informal as possible. അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സിന് വേണ്ടി വരുമ്പോൾ, അതായത് എക്സാമ്പിൾ ഇപ്പൊ PR പേഷ്യന്റ് റിലേഷൻ ഓഫീസറൊക്കെ വരുമ്പോൾ അവര് പേഷ്യൻസിനോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യേണ്ടത് ഒരു ഇൻഫോർമൽ ആയിരിക്കണം. ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. ക്ലിയർ ആണോ? ബോക്സ് ഓക്കെ ആണോ? നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കുറച്ച് കടിച്ചാപ്പൊട്ടാത്ത വേർഡ്സുകളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കണ്ട. അതിന്റെ ഒരു മീൻസ് കണ്ടന്റ് മനസ്സിലാക്കാം. ഓക്കെ, മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ടാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അതിനെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആ ബോക്സ് ഒന്ന് വായിക്കാം കേട്ടോ. ഇപ്പൊ പറഞ്ഞ രണ്ടാമത്തെ ആ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. കൺവേഴ്സന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് റിലേറ്റഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട വാർഡെന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ പേഷ്യന്റ് കിടക്കുന്നത് ഏത് വാർഡിലാണോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതായത് പരിചയമുള്ള ബന്ധപ്പെട്ട ഏത് വാർഡിലാണോ പേഷ്യന്റ് കിടക്കുന്നത്. ഓക്കെ, ആ വാർഡിലേക്ക് പേഷ്യന്റ് വരുമ്പോ എന്നുള്ളൊരു മീനിങ്, ഡോക്ടർ വരുന്ന എന്നുള്ള മീനിങ്. റൗണ്ട്സിന് വരുമല്ലോ, ബന്ധപ്പെട്ട വാർഡിലേക്ക് ഡോക്ടർ റൗണ്ട്സിന് വരുന്ന ടൈമില് നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. പെക്യുലർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേകതയാണെന്ന്, നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ പേഷ്യന്റ് വരുമ്പോ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പെക്യുലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയില്ലേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ? ഓക്കെ ആണോ? വായിച്ചിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് മൂന്നാമത്തെ കോഡ് നോക്കാം. എല്ലാം ഇങ്ങനെ ബോക്സ് ആയിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. സിമ്പിൾ ആണ്, എളുപ്പമല്ലേ വായിച്ചിട്ട്? കുഴപ്പമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലോ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഭയങ്കര പഠിക്കാൻ ടഫായിട്ട് തോന്നിയോ? ഇല്ലാലോ, നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ചെറിയൊരു പിക്ചർ ഒക്കെ തന്നിട്ടുണ്ട്. പിക്ചർ വലിയ ക്ലിയർ ഒന്നും ഇല്ല, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുകയാണേ. സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്. ചെറിയ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ പിക്ചർ ഉണ്ടോ? ടെക്സ്റ്റിൽ പിക്ചർ ഇല്ലേ? ചെറിയൊരു പിക്ചർ. ഓക്കെ, സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ് അല്ലെ? അതായത് സൈനേജ് ബോർഡുകൾ, നെയിം ബോർഡ്സുകൾ. ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന നെയിം ബോർഡ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൈനേജ് ബോർഡുകൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള സൈനേജ് ബോർഡുകൾ? പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. പെട്ടെന്ന് എല്ലാവരുടെ മനസ്സൊന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോയി, എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നമ്മൾ സൈനേജുകൾ, നെയിം ബോർഡ്സുകൾ കാണുന്നത്? ആരോ വെച്ചിട്ട് മാത്രം കണ്ടിട്ടുള്ളോ? സൈനേജുകൾ എന്തൊക്കെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? ആരോ? ഓക്കെ, ശരിയാണ് കേട്ടോ, തെറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റുകൾ, എമർജൻസി, ICU, ഫാർമസി എഴുതി വെച്ചിട്ടുണ്ടാകും. ദെൻ വേറെ എന്തൊക്കെയുണ്ട്? ലബോറട്ടറി, സ്കാനിങ്, കാഷ്വാലിറ്റി,
ഡോക്ടേഴ്സ് നെയിം അത് ആരും പറഞ്ഞില്ല കേട്ടോ. ഞാൻ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാം എന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഹിന്ദി പറഞ്ഞിട്ടുണ്ട്. ഓരോ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിലും ആ ഡോക്ടേഴ്സിന്റെ നെയിമും താഴെ അവർ ഏത് സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു നെയിം ബോർഡുകളും സൈനേജുകളും ഹോസ്പിറ്റലിൽ വെക്കുന്നത്? ചുമ്മാ ഭംഗിക്ക് വേണ്ടി വെക്കണേണോ? ആണോ? ഭംഗിക്ക് വേണ്ടിയിട്ടാണോ വെക്കുന്നത്? ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മള് അല്ലെങ്കിൽ എവിടെയാണ് ലബോറട്ടറി എവിടെയാണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കണം. ഓരോ റൂമിലേക്ക് കയറി പോയി ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ഉറപ്പേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാം. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നു. ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. അതോടൊപ്പം തന്നെ ഫ്ലോർ പ്ലാൻസുകൾ സ്ട്രാറ്റജിക് പ്ലേസസിൽ വെക്കുന്നത്. എന്താണ് ഫ്ലോർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലോർ പ്ലാൻസ് സൈനേജും നെയിം ബോർഡും നോക്കിയേ. നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ എല്ലാം നമ്മൾ പറഞ്ഞു. ഫ്ലോർ പ്ലാൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലോർ പ്ലാൻസ് കണ്ടിട്ടുണ്ട്. ഓരോ ഫ്ലോറിലും അവൈലബിൾ ആയിട്ടുള്ള സർവീസസുകൾ ഏതൊക്കെയാണെന്ന് അല്ലെ. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റ് എനിക്ക് തോന്നുന്നു സ്റ്റെയറിന്റെ ഒക്കെ അവിടെ ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഫ്ലോറിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര റൂമുകൾ, ഇത്ര റൂം നമ്പർ തുടങ്ങി ഇത്ര റൂം നമ്പർ വരെ. ദെൻ എക്സ്റേ ഉണ്ടെങ്കിൽ എക്സ്റേ, ലബോറട്ടറി, സ്കാനിങ്, അങ്ങനെ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ നെയിമുകൾ അല്ലെ. അപ്പോ അതാണ് ഫ്ലോർ പ്ലാൻസ്. അത് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആവശ്യമുള്ള ഏരിയകളിൽ ഫ്ലോർ പ്ലാൻസുകൾ വെക്കുന്നു. അതും നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ പ്ലാൻസുകൾ വെക്കുന്നത് അല്ലെ. അഡ്മിഷൻ, പേഷ്യന്റ് നെയിം ബോർഡ് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഈ ഫ്ലോർ പ്ലാനുകൾ ഹോസ്പിറ്റലിൽ മാത്രമാണോ ഫ്ലോർ പ്ലാനുകൾ ഉള്ളത്? ആണോ? ഫ്ലോർ പ്ലാൻ അല്ല, വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഫ്ലാറ്റ്സിലുണ്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉണ്ടാകും, കോളേജസിലൊക്കെ ഉണ്ട്. അതായത് ഓരോ ഫ്ലോറിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അങ്ങനെ കോളേജസിലൊക്കെ ഉണ്ട്. ദെൻ പിന്നെ നമ്മളിപ്പോ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഉണ്ടാകും. ഒരു മാപ്പ് പോലെ ഇരിക്കും അല്ലെ. അതായത് ആ ഫ്ലോറിൽ എന്തൊക്കെയാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലോർ പ്ലാനുകൾ വെക്കുന്നത്. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ് അല്ലെ. എല്ലാ റൂമുകളും നമ്പർ ഉണ്ടാകും. പേഷ്യൻസിന്റെ എല്ലാ റൂമുകളിലും നമ്പർ ഉണ്ടാവും. ചിലപ്പോൾ ഡോറിൽ ചെറുതായിട്ടൊന്ന് പേഷ്യന്റിന്റെ പേരും അഡ്രസ്സും എഴുതി വെക്കാറുണ്ട്. ചില ഹോസ്പിറ്റലിലൊക്കെ എഴുതി വെക്കാറില്ലേ അങ്ങനെ? റൂം നമ്പർ ഉണ്ടാകും ഓൾറെഡി. ദെൻ ചെറിയൊരു കാർഡ്ബോർഡ് പോലത്തെ ആ വാതിൽ നമ്മുടെ ഡോറിന്റെ ഫ്രണ്ടിലായിട്ടേ പേഷ്യന്റിന്റെ നെയിമും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് പുറത്ത് വിസിറ്റേഴ്സ് വരുമ്പോൾ നമ്പർ നോക്കാം. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ പേര് നോക്കിയിട്ട് നമുക്ക് ആളെ പേഷ്യന്റിനെ കാണാൻ ഈ വിസിറ്റിന് ചെല്ലുമ്പോൾ ഡൗട്ട് ഉണ്ടാവില്ല. പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗഷർ, അതാണ് ഞാൻ പറഞ്ഞത്. പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗഷർ ഇതുപോലെ ചെറിയ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ദെൻ വിസിറ്റേഴ്സ് ഗൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡ്. അതായത് ഇതുപോലെ ഏത് ഫ്ലോറിലാണ് ഓരോ കാര്യങ്ങളൊക്കെ മീൻസ് ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു ഐഡന്റിറ്റി. അതായത് ഇപ്പൊ വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെയാണ് പോണെങ്കിൽ അവര് ചെറിയൊരു പേപ്പർ തരും നമ്മുടെ കയ്യിലോട്ട്. തരാറില്ലേ? ഉണ്ടോ? നിങ്ങൾ വലിയ കുറച്ചും ചെറിയ കടയിലൊക്കെ പോയിട്ടില്ല കേട്ടോ. വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോയി അപ്പൊ ഇതുപോലെ തന്നെ ഓരോ ഫ്ലോറിലും എന്തൊക്കെയുണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഗൈഡ് പോലെ നമുക്കൊരു പേപ്പർ തരും. തന്നിട്ടുണ്ടാവുന്നെങ്കിൽ അങ്ങനെ നമ്മള് അത് പിടിച്ചിട്ട് നമ്മൾ കയ്യിൽ പിടിക്കുക. നമുക്ക് ഓരോ ഫ്ലോറും കിഡ്സിന്റെ എവിടെയാണ്, ഏത് ഫ്ലോറിലാണ്, അല്ലെങ്കിൽ മെൻസ് വെയർ ഏത് ഫ്ലോറിലാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ചില ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കൊന്നും വേണ്ട, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മുടെ കയ്യിലോട്ട് ഒരു കാർഡാണ് തരുന്നത്. ഈ കാർഡിൽ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ടാകും. കണ്ടിട്ടില്ല ആരും? ഓക്കെ, ഈ അടുത്ത് ഞാൻ ഒരു കടയിൽ പോയപ്പോ ഇതുപോലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയപ്പോ ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് വേറെ ചോദിക്കേണ്ട, നമുക്ക് വേറെ അന്വേഷിക്കൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിൽ നോക്കാം. ഇപ്പൊ മെൻസിന്റെ എവിടെയാണ് അല്ലെങ്കിൽ വുമൻസിന്റെ ഏത് ഫ്ലോർ ആണെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. നമുക്കത് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഓരോ ഫ്ലോറിൽ പോകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ,
നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നോട്ട് എല്ലാവരും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇങ്ങനെ ഒരു ചാപ്റ്റർ, അതായത് നമ്മള് 3rd 4th മോഡ്യൂളില് കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് വരുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളിത് വായിച്ച് കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് മാക്സിമം നമ്മളുടേതായിട്ടുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ദെൻ നല്ലപോലെ വായിക്കണം, കുറച്ച് എഫോർട്ട് എടുക്കണം നമ്മള്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് കുറെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. നോക്കാം, നെക്സ്റ്റ് വൺ കംപ്ലൈന്റ്സ്. കംപ്ലൈന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ് സജഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. Complaints, compliments, then suggestions. A provision to listen to verbal complaints instead of insisting or written ones, email, provision of a suggestion box at an appropriate place. എന്താണ് പറയുന്നത്? A provision to listen to verbal text. ക്ലിയർ ആണോ? ടെക്സ്റ്റിൽ ക്ലിയർ അല്ലേ? ബോക്സ് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, then a provision to listen to the verbal complaints instead of insisting or written ones. അതായത് എന്താണ് പറയുന്നത്? രേഖാമൂലമല്ലാതെ മീൻസ് പരാതികൾ കേൾക്കുക. അതായത് നമ്മളിപ്പോ കംപ്ലൈന്റ്സ് എഴുതി കൊടുക്കും, ചിലവർ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയി പറയും അല്ലെ. ഇപ്പൊ PROന്റെ അടുത്തോ അതായത് മാനേജറിന്റെ അടുത്ത് പോയിട്ട് നേരിട്ട് പറയും. നമ്മൾ എഴുതി കൊടുക്കുകയും ചെയ്യും കംപ്ലൈന്റ് ചിലപ്പോ, അല്ലെങ്കിൽ എന്താണ് നേരിട്ട് പോയിട്ട് നമ്മൾ കംപ്ലൈന്റ് പറയും. ഇപ്പൊ ഇവിടെ പറയുന്നത് എഴുതി മീൻസ് നമ്മള് എന്താണ് പറയുന്നത്, വാക്കാലുള്ള പരാതികൾ, അതായത് നമ്മൾ ഓറൽ ആയിട്ട് പറയുന്ന പരാതികൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാന്ന്. അതായത് കംപ്ലൈന്റ്സ് നമ്മൾ പറയുമല്ലോ, അതായത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെന്ന് പറയുന്ന കംപ്ലൈന്റ്സിന് അതിനൊരു പരിഹാരം കൊടുക്കാന്ന്. Then means emails provision അല്ലെങ്കിൽ റിട്ടേൺ വൺസ് നമ്മളിപ്പോ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ വഴി നമുക്ക് കംപ്ലൈന്റ്സുകളൊക്കെ കൊടുക്കാം. സോ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വെർബൽ ആയിട്ട് നമ്മൾ പറയുന്ന കംപ്ലൈന്റ്സിന് പ്രാധാന്യം കൊടുക്കാന്ന്. ഡയറക്റ്റ് ആയിട്ട് പോയി പറയുമല്ലോ, ഇനി അവിടെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവിടെ ഫെസിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പരമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു, നമ്മൾ വാക്കാല് പോയി പറയുന്നതിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാന്ന്. ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ രേഖാമൂലമോ നമുക്ക് കംപ്ലൈന്റ്സ് കൊടുക്കാം. സോ ഈ രേഖാമൂലമോ ഇമെയിൽ വഴിയോ കംപ്ലൈന്റ്സിന് അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം നേരിട്ട് ഡയറക്റ്റ് നമ്മൾ വെർബൽ ആയിട്ട് പറയുന്ന കംപ്ലൈന്റ്സിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. ഹോസ്പിറ്റലിന്റെ ആവശ്യമുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയകളിൽ ഒരു സജഷൻ ബോക്സ് വെക്കുക. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ സജഷൻ ബോക്സ്? ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പൊ മിക്ക ഏരിയകളിലും സജഷൻ ബോക്സ് ഉണ്ട്. നിർദ്ദേശങ്ങൾ അറിയിക്കാനായിട്ടുള്ളതാണ്. നിർദ്ദേശങ്ങൾ എഴുതിയിടാം. അപ്പൊ നിങ്ങളുടെ പേര് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പരമായിട്ടോ അല്ലെങ്കിൽ ഫെസിലിറ്റി പരമായിട്ടോ എന്തെങ്കിലും മുന്നോട്ട് നിർദ്ദേശം വെക്കാനുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ എഴുതി അതിൽ ഇടുക. ആരെങ്കിലും സജഷൻ ബോക്സിൽ നിർദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ? ആരുമില്ല. നമുക്കൊരു പേടി ഉണ്ടാവും പൊതുവെ അല്ലേ. ലാസ്റ്റ് ഒരു ഫോം തരും എങ്കിലും അല്ലാതെ ഇങ്ങനെ ഒരു സജഷൻ ബോക്സും കംപ്ലൈന്റ് ബോക്സും വെച്ചിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എഴുതിയിടാം. അതിൽ നമ്മളുടെ പേര് വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം, നെയിം ഒന്നും വെക്കണമെന്നില്ല. കംപ്ലൈന്റ്സ് ഇട്ടിട്ടുണ്ട് കോളേജില്. ഓക്കെ, കോളേജിലും ഇതുപോലെ സജഷൻ ബോക്സും കംപ്ലൈന്റ് ബോക്സും ഒക്കെ ഉണ്ടാകുമല്ലോ. ഓക്കെ, ഇതാണ് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ് ആൻഡ് സജഷൻസിൽ വരുന്നത്. ഓക്കെ, സൈനേജും നെയിം ബോർഡ്സും ദെൻ കംപ്ലൈന്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ നോക്കാം കേട്ടോ. ഈ ഒരു ബോക്സ് 6 ബോക്സ് ആണ്. 6 ബോക്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അഞ്ചാമത്തെ ഇനി വായിക്കാം. അഞ്ചാമത്തെ നോക്കാം. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. ഹോസ്പിറ്റലും ജനങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്.
hospital tours by group such as school teachers, students, members of various organizations, people's representatives, religious leaders, etc. അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ടൂർ കണ്ടക്ട് ചെയ്യാവുന്നത്, അതായത് ഹോസ്പിറ്റൽ വിസിറ്റ്, ടൂർ എന്ന് പറയാൻ പറ്റില്ല അല്ലെ, വിസിറ്റ് നടത്താവുന്ന ആർക്കൊക്കെയാണ്? ഇപ്പൊ സ്കൂൾ ടീച്ചേഴ്സ്, സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഹോസ്പിറ്റൽ വിസിറ്റ് നടത്താൻ കൊണ്ടുപോകുക. അതുപോലെ തന്നെ വേരിയസ് ഓർഗനൈസേഷൻസ്, മറ്റ് സംഘടനകളിൽ നിന്നും നമുക്ക് അറേഞ്ച് ചെയ്യാം. ദെൻ റിലീജിയസ് ലീഡേഴ്സ്, ഇവരെല്ലാം നമുക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യിക്കാവുന്ന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലെ, അതായത് ഒരു കാരുണ്യ പ്രവർത്തനം പോലെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അത് പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു അടുപ്പം, ഒരു ഇന്ററാക്ഷനെ കൂടുതൽ സ്ട്രോങ് ആക്കിയാണ് ചെയ്യുന്നത് അല്ലേ. ഹെൽത്ത് NSSന്റെ അണ്ടറിലൊക്കെ പോകുന്നത്, അത് നെക്സ്റ്റ് വരുന്നത് കേട്ടോ, നോക്കാം. ഹെൽത്ത് ഫെയേഴ്സ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാം, ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഹെൽത്ത് ഫെയർസ് നടത്താം, എക്സിബിഷൻസ്, അല്ലെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ ക്ലിനിക്കുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ സൗജന്യ എന്താണ് ചികിത്സ ക്യാമ്പ്, ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടത്താം. അവയർനെസ് പ്രോഗ്രാമുകൾ, ഇന്ന അസുഖങ്ങളെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ ആ രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസുകളൊക്കെ എടുക്കാൻ, അങ്ങനെയുള്ള പ്രിക്കോഷൻസുകളെ കുറിച്ച്. ഇൻഷുറൻസ് പ്രോഗ്രാം, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാം. വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാം ആണ് ഇപ്പൊ പറഞ്ഞില്ലേ നിങ്ങള്, NSSൽ നിന്നൊക്കെ പോകാറുണ്ട് വിസിറ്റിന്, പോയിട്ടുണ്ട്. അങ്ങനെ ആരും പറഞ്ഞല്ലോ, ഇപ്പൊ പറ്റില്ല, ശ്രദ്ധിച്ചില്ല പേര്. NSSൽ നിന്ന് പോകാറുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ് ആണ് അല്ലെ. ഇതെല്ലാം ഹോസ്പിറ്റലായിട്ടും ഒരു പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ നല്ലൊരു റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ ആനുവൽ ഡേ ആഘോഷിക്കാവുന്നത്, അതായത് ഹോസ്പിറ്റൽ ഡേ. ദെൻ ഫൗണ്ടേഴ്സ്, സ്ഥാപക ദിനം, എന്നാണ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്. ദെൻ സ്പെഷ്യൽ ഇവന്റ്സുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഹോസ്പിറ്റല്. All these helps in projecting every aspect of the hospital's operations, including some of the highly technical functions. അല്ലേ. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പല പബ്ലിക്കിന്റെ ഇന്ററാക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് പല രീതികൾ നമുക്ക് ഉപയോഗിക്കാം. ദെൻ കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഉയർന്ന സാങ്കേതിക വിദ്യകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവതരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതായത് ഇങ്ങനെ ക്യാമ്പുകളൊക്കെ നടത്താം, ദെൻ പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യാം, അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാം അല്ലെ. അതൊക്കെ കൂടുതലും പബ്ലിക്കിനെ നമ്മളുടെ ഹോസ്പിറ്റലായിട്ട് അടുപ്പിക്കുകയാണ്, ഒരു ഇന്ററാക്ഷൻസ് കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു എല്ലാ മെത്തേഡുകളും നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ ആണോ ആ പോയിന്റ്? പബ്ലിക് ഇന്ററാക്ഷൻസ് കൂട്ടാനായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റ് നടത്താം, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും, അതോടൊപ്പം തന്നെ മറ്റു സംഘടനകളിലെ വ്യക്തികൾക്കും, ദെൻ റിലീജിയസ് ലീഡേഴ്സിനൊക്കെ വിസിറ്റുകൾ നടത്താം, ദെൻ ഹെൽത്ത് ഫെയറുകൾ അറേഞ്ച് ചെയ്യാം, അതോടൊപ്പം തന്നെ എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്കുകൾ നടത്താം അല്ലെ, ഇൻഷുറൻസ് പ്രോഗ്രാംസ്, ദെൻ NSS അങ്ങനെയുള്ള വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഹോസ്പിറ്റൽ ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാം, ഫൗണ്ടേഴ്സ് ഡേ. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ബോക്സ് നോക്കാം കേട്ടോ. രണ്ടെണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വായിച്ചാൽ മതിയല്ലോ. 2 ബോക്സ് കൂടി ഉള്ളു, ചെറിയതാ. അത് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കിയാൽ പോരെ, മതിയോ? ഓക്കെ, സ്പീക്കേഴ്സ് ബ്യൂറോ. ഇനി അടുത്തൊരു ഇതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോ, CEO and staff. CEO and staff should use every opportunity to speak to the other service organization and institution on health matters. ആരോഗ്യ കാര്യങ്ങളില് ഹെൽത്ത് മാറ്റേഴ്സില് മറ്റു സംഘടനകളോടൊപ്പം തന്നെ മറ്റ് സംഘടനകളോടും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോടൊക്കെ സംസാരിക്കാനായിട്ട് CEO ആണ്. സ്പീക്കേഴ്സ് ബ്യൂറോയിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറഞ്ഞ ആളാണ് CEO. CEO എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കട്ടോ. ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ സ്പീക്കേഴ്സ് ബ്യൂറോ CEO അണ്ടർലൈൻ ചെയ്യാം. സ്പീക്കേഴ്സ് ബ്യൂറോയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് CEO എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, സ്പീക്കേഴ്സ് ബ്യൂറോയിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആരാണെന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ CEO ആണ് കേട്ടോ.
അണ്ടർലൈൻ ചെയ്യാതെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്ക സിഇഒ. സോ ഇവിടെ പറയുന്നത് നോക്കി, സിഇഒ ആൻഡ് സ്റ്റാഫ് ഷുഡ് യൂസ് every opportunity to speak to other service organization and institution on health matters. ഹെൽത്ത് മാറ്റേഴ്സിൽ, അതായത് ആരോഗ്യ കാര്യങ്ങളിൽ മറ്റ് സേവന സംഘടനകളോടും അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളോടും സംസാരിക്കാനായിട്ട് സിഇഒയും സ്റ്റാഫും എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാണ്. അപ്പൊ അവരോട് സംസാരിക്കുന്നത് സിഇഒ ആണ്. അതായത് നിങ്ങള് സ്പീക്കേഴ്സ് ബ്യൂറോ പ്രസ് മീറ്റിംഗ് ഒക്കെ വെക്കില്ലേ? പ്രസ് മീറ്റിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ന്യൂസിലൊക്കെ നമ്മൾ കാണാറില്ലേ? ഇപ്പൊ ഒരു സിനിമ ഫീൽഡിലൊക്കെ തന്നെയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ അപ്പൊ തന്നെ പ്രസ് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അവിടെ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായിട്ടും ആരോഗ്യ കാര്യങ്ങൾ സംസാരിക്കുന്നത് സിഇഒയും മറ്റു സ്റ്റാഫുകളുമായിരിക്കും. മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ സിഇഒനാണ്. ക്ലിയർ ആണോ? ഒരു കാര്യം മാത്രം അവിടെ ശ്രദ്ധിക്കുക, സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക സിഇഒ ആണ് അവിടുത്തെ മെയിൻ പേഴ്സൺ. ഓക്കെ, ആ ഒരൊറ്റ പോയിന്റ് അവിടെ ആലോചിച്ചാൽ മതി. ക്ലിയർ ആണോ? സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുമ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത് സിഇഒ. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ, മറന്നു പോകരുത്, നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അടുത്ത ബോക്സ്, ലാസ്റ്റ് ബോക്സ് ആണ് കേട്ടോ, കുറെ ബോക്സ് ആയല്ലോ. അഡ്വൈസറി കമ്മിറ്റി. എന്താ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടെക്സ്റ്റിൽ വായിക്കാതെ തന്നെ അഡ്വൈസറി എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും അവർ ചെയ്യുന്നത്? അഡ്വൈസറി ആ ഒരു ടേമിൽ തന്നെ ഉണ്ടല്ലോ. എന്താ അഡ്വൈസറി കമ്മിറ്റിക്കാർ ചെയ്യുന്നത്? ഉപദേശം കൊടുക്കലാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അല്ലെ ഉപദേശം നൽകുക എന്ന് പറയുന്നത്. സോ നോക്കാം. Its role should be suggest to hospital administration the methods to overcome their shortcomings and interrupt the functioning of the hospital to the community. എന്താണ് പറയുന്നത്? Its role should be to suggest hospital administration. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനുള്ള സജഷൻസ് ആണ് കൊടുക്കുന്നത്. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ, അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് അവർക്ക് എന്തെങ്കിലും എന്താ പറയാ പോരായ്മകളൊക്കെ വരാലോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും. അങ്ങനെയുള്ള പോരായ്മകളൊക്കെ വരികയാണെങ്കിൽ അതിനുള്ള നല്ലൊരു മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇന്ററപ്റ്റ് ദ ഫങ്ഷനിങ് ഓഫ് ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുക, സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ടുള്ള സജഷൻസ് നൽകുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ ചുമതലയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്. ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രവർത്തനങ്ങൾ പോരായ്മ ഉണ്ടെങ്കിൽ ഓവർകം ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ സെക്കൻഡ് പറയുന്നത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുക, സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക, അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരണം കൊടുക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് അഡ്വൈസറിയിൽ പറയുന്നത്. സ്പീക്കേഴ്സ് ബ്യൂറോയിൽ പറയുന്നത് മെയിൻ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ബ്യൂറോയിലെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സിഇഒ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അഡ്വൈസറി കമ്മിറ്റി മെയിൻ ആയിട്ട് എന്താണ് സജഷൻസ് കൊടുക്കുക. ഓക്കെ, നമ്മളെല്ലാ ബുക്സും ഒന്ന് വായിച്ചിട്ടുണ്ട്, ഇവിടെ വരെയുള്ള നമ്മൾ വായിച്ചത്. ഓക്കെ, ഇനി മൂന്നാമത്തെ തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സൈനേജ് തുടങ്ങി 3, 4, 5, 6, 7. ഓക്കെ, 4 ബോക്സുകളാണ്. ഓരോ ബോക്സും വായിച്ച് ജസ്റ്റ് ഒന്ന് അർത്ഥം മനസ്സിലാക്കി വായിക്കുക. ഇതിനകത്ത് ഒരുപാട് പഠിക്കാനൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് സിമ്പിൾ ആക്കി വായിക്കുക കേട്ടോ. സിഇഒ എന്തായിരുന്നു ഫുൾ ഫോം? സിഇഒ പറഞ്ഞില്ലല്ലേ നമ്മള്? എന്തായിരുന്നു അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. സിഇഒ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ.
ചീഫ്, ബാക്കി പറയാമോ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയില്ലാത്തവർ എഴുതി വെക്കുക കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ലാവരും? ഓക്കെ, പിന്നെ നമ്മുടെ ബോക്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയില്ലേ? ഒരുപാട് എടുത്തിട്ടുണ്ട്, ഒരുപാടല്ല എങ്കിലും അധികം എടുത്തിട്ട് നിങ്ങൾ ബോറാക്കണില്ല. അപ്പോ നമ്മൾ കുറച്ച് ബോക്സുകൾ മാത്രമാണ് നോക്കിയിരിക്കുന്നത്. അപ്പോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്നതും സൈനേജ്, നെയിംസ് തുടങ്ങിയ കാര്യങ്ങള്, ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസും തുടങ്ങിയവയ്ക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതുവരെ ഉള്ളത് കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇത് ഇങ്ങനെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മള് സെക്കൻഡ് പോയിന്റ് ഏതായിരുന്നു? സെക്കൻഡ് ഉദ്ദേശിച്ചത് സെക്കൻഡ് ബോക്സ് ആണോ ഉദ്ദേശിച്ചത്? ക്ലിയർ ആയിട്ടൊക്കെ പറയാമോ? ഏതാണെന്ന് മെൻഷൻ ചെയ്യോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോണോ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. വരുമ്പോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ ബോക്സ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. പക്ഷെ വായിക്കുമ്പോ നിങ്ങൾക്ക് വാർഡ് വിസിറ്റിനെ പറ്റി, അതായത് നമ്മള് വാർഡിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വിസിറ്റ് നടത്തുമല്ലോ, ഡോക്ടേഴ്സ് വിസിറ്റ് നടത്തുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ആ ഡോക്ടറിനോടോ അല്ലെങ്കിൽ ആ ഒരു സീനിയർ നഴ്സിനോടോ നമ്മുടെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ക്ലിയർ ആയോ? നമ്മൾ ഡോക്ടർ വരുമ്പോ നമ്മൾ ഡോക്ടറോടല്ലേ ചോദിക്കാറ്, ഡോക്ടർ ഇനി എപ്പോഴാണ് നമുക്ക് ഡിസ്ചാർജ് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. സിക്സ്ത് പറയുന്നത് അഡ്വൈസറി കമ്മിറ്റി ആണ് കേട്ടോ. അതായത് ഉപദേശങ്ങളൊക്കെ നൽകുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് നിന്ന് പോരായ്മൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നികത്താനായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന് എത്രത്തോളം നല്ല രീതിയിൽ അത് ഉപകരിക്കുന്നത് സമൂഹത്തിനൊന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുക, ഉപദേശങ്ങൾ കൊടുക്കുക. അതൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. അഡ്വൈസറി എന്ന് പറയുമ്പോൾ അഡ്വൈസ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വായിക്കുക. തേർഡ് ഫോർത്ത് ചാപ്റ്റേഴ്സ് എഫോർട്ട് എടുത്ത് തന്നെ വായിക്കണം കേട്ടോ. കുറച്ച് പോയിന്റ്സുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് തോന്നിയേക്കാം. ബോറിംഗ് ഉണ്ടായിരുന്നോ? ഉണ്ടോ? ബോറടിച്ചോ? ചില ചാപ്റ്റേഴ്സ് അങ്ങനെയാണ് കേട്ടോ. ആ ചാപ്റ്റേഴ്സിന്റെ ഇതാണ്, അത് മാക്സിമം നമ്മൾ ഷോർട്ട് ആക്കിയേക്കെന്ന് പറഞ്ഞ ചെറുതായിട്ടുണ്ട്. ഓക്കെ, ചെറുതായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ, പോയിന്റ് ഔട്ട് അല്ല. ഓക്കെ, പക്ഷെ നമുക്കത് ബോറാണെന്ന് കരുതി സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അത് വായിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.
Hello.